ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച മനുഷ്യരാൽ ഒരിക്കലെങ്കിലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ട് ഉള്ളിലെ സകല ആത്മാഭിമാനവും തകർന്ന് ഒരു വാക്കാലും മിണ്ടാൻ കഴിയാതെ നമ്മൾ തനിച്ചായിപ്പോയ ആ നിമിഷങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ടാകും. ആ രാത്രികളിൽ കണ്ണീർ കുടിച്ചുകൊണ്ട് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് സ്വന്തം നെഞ്ചിൽ കൈവച്ച് ചോദിച്ച ആ അസഹ്യമായ വേദനയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും സ്നേഹിച്ചവർ, നമ്മൾ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചവർ തന്നെ നമ്മളെ ചവിട്ടിത്താഴ്ത്തുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ആ ആഘാതം വെറുമൊരു സങ്കടമല്ല, അത് നമ്മുടെ ആത്മാവിനെ തുളച്ചുകയറുന്ന ഒരു മൂർച്ചയുള്ള വാളാണ്. ആളുകൾ നമ്മളെ നോക്കി കളിയാക്കി ചിരിക്കുമ്പോൾ, നമ്മൾ കെട്ടിപ്പടുത്ത സകല പ്രതീക്ഷകളും ഒരു നിമിഷം കൊണ്ട് തവിടുപൊടിയാകുമ്പോൾ ലോകം മുഴുവൻ നമുക്കെതിരെ തിരിഞ്ഞതുപോലെ തോന്നും. നമ്മൾ ചെയ്ത തെറ്റെന്താണെന്നറിയാതെ നമ്മൾ സ്വന്തം വസ്ത്രത്തിനുള്ളിൽ ചുരുണ്ടുകൂടും. ഈ ലോകത്ത് ഏറ്റവും വലിയ ദാരുണമായ അനുഭവം എന്തെന്നാൽ, നമ്മൾ വീണുകിടക്കുമ്പോൾ നമ്മെ എഴുന്നേൽപ്പിക്കാൻ ആരും കൈനീട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതാണ്. പകരം ആ വീഴ്ച കണ്ട് സന്തോഷിക്കാനും നമ്മളെ വീണ്ടും ചളിയിലേക്ക് ചവിട്ടിത്താഴ്ത്താനും 1000 കൈകൾ നീണ്ടുവരും. നിങ്ങളുടെ വിയർപ്പും ചോരയും കൊടുത്തു ഉണ്ടാക്കിയ ബന്ധങ്ങൾ പോലും ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് മുദ്രകുത്തി ഒറ്റപ്പെടുത്തും. അപമാനത്തിന്റെ ഭാരം ചുമന്നു നടക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഉള്ളിൽ കത്തിയെരിയുന്ന ആ നിശബ്ദമായ തീയുണ്ടല്ലോ, അത് ലോകത്തിലെ ഏറ്റവും ക്രൂരമായ അനുഭവമാണ്. നിങ്ങൾ അനുഭവിച്ച ആ പരിഹാസങ്ങൾ, നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തി ചിരിച്ച ആ ചിരികൾ, നിങ്ങളുടെ കഴിവില്ലായ്മയെക്കുറിച്ച് അവർ നടത്തിയ ചർച്ചകൾ, ഇതൊക്കെയും നിങ്ങളുടെ മനസ്സിനെ ഒന്നടങ്കം തകർത്തിട്ടുണ്ടാകാം. എന്നാൽ കേൾക്കുക, ഈ തകർച്ചയുടെ ഏറ്റവും ഇരുണ്ട കോണിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ജീവന്റെ ഒരു ചെറിയ കനൽ ശേഷിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനും തഴയപ്പെട്ടവനും ഒറ്റപ്പെട്ടവനുമായി തോന്നുന്നുവെങ്കിൽ അറിയുക, നിങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചുവരവിനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ആഴത്തിൽ വീണ വിത്തിനു മാത്രമേ ആകാശത്തോളം ഉയരത്തിൽ വളർന്നു പന്തലിക്കാൻ കഴിയൂ. നിങ്ങളുടെ നെഞ്ചിലെ ഈ തീ വെറുതെ അണഞ്ഞു പോകാനുള്ളതല്ല. ചാണക്യം തക്ഷശിലയുടെ മണ്ണിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ആ മഹാസത്യം ഇവിടെയാണ് ആരംഭിക്കുന്നത്. നിങ്ങളെ തളർത്താൻ ശ്രമിച്ചവർക്ക് മുന്നിൽ നിങ്ങൾ കരഞ്ഞു തീർക്കാനുള്ളവനല്ല, മറിച്ച് അവരുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് കൊടുങ്കാറ്റായി വീശിയടിക്കേണ്ടവനാണ്. ഈ വേദനയെ നിങ്ങളുടെ ഇന്ധനമാക്കുക. നിങ്ങളുടെ പുതിയ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ചാണക്യന്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് നോക്കിയാൽ, അദ്ദേഹം അനുഭവിച്ച അപമാനത്തിന്റെ അത്രയും വരില്ല നമ്മുടെയൊന്നും സങ്കടങ്ങൾ. ധനനന്ദന്റെ രാജസദസ്സിൽ വെച്ച് ചാണക്യൻ ക്രൂരമായി അപമാനിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ വലിച്ചുകീറപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുടുംബ അഴിഞ്ഞു വീണു. ഒരു നായയെപ്പോലെ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അന്ന് ചാണക്യന്റെ ഉള്ളിലും ഇതേ വേദനയും അപമാനവും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം അവിടെയിരുന്ന് കരയുകയോ വിധിയെ ശപിക്കുകയോ ചെയ്തില്ല. പകരം അദ്ദേഹം തന്റെ അഴിഞ്ഞുവീണ കുടുമയിൽ കൈവച്ച് ഒരു പ്രതിജ്ഞയെടുത്തു: ഈ മഗധ സാമ്രാജ്യത്തെ വേരോടെ പിഴുതെറിയുന്നതുവരെ ഞാൻ ഈ കുടുമ കെട്ടില്ല. അതായിരുന്നു ചാണക്യൻ, അപമാനത്തെ സ്വന്തം ശക്തിയാക്കി മാറ്റിയ മഹാതന്ത്രജ്ഞൻ. നിങ്ങളെ അപമാനിച്ചവരുടെ മുന്നിൽ പോയി അപേക്ഷിക്കുന്നതും അവരുടെ മുന്നിൽ കരഞ്ഞു വശത്താകുന്നതും നിങ്ങളുടെ ആത്മാഭിമാനത്തെ വീണ്ടും കൊല്ലുന്നതിന് സമമാണ്. ചാണക്യൻ പറയുന്നു, നിങ്ങളെ അപമാനിച്ചവരോട് പ്രതികാരം ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി അവരോട് വഴക്കിടുകയോ ചീത്ത വിളിക്കുകയോ അല്ല, പകരം അവരെ പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിൽ നിന്ന് വെട്ടിമാറ്റുക എന്നതാണ്. അവർ നിങ്ങളെ തല്ലിക്കെടുത്തിയ തീയല്ല, മറിച്ച് കത്തിച്ചുവെച്ച വെളിച്ചമാണ് നിങ്ങളെന്ന് തെളിയിക്കണം. ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ അത് നിങ്ങളുടെ തകർച്ചയല്ല, മറിച്ച് ലോകത്തിലെ സകല വ്യർത്ഥമായ ബന്ധങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ സ്വതന്ത്രനാക്കിയതാണ്. നിങ്ങളുടെ നിശബ്ദതയായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ ആയുധം. നിങ്ങൾ അനുഭവിക്കുന്ന വേദനയത്രയും നിങ്ങളുടെ ഉള്ളിൽ അടക്കിവെക്കുക. ആ തീ പുറത്തേക്ക് വിടരുത്, അത് നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് കത്തട്ടെ. നിങ്ങളുടെ ശത്രുക്കളും നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ തകർച്ച കാണാനാണ്. നിങ്ങൾ കരയുന്നതും പരാതി പറയുന്നതും ജീവനൊടുക്കാൻ ശ്രമിക്കുന്നതും കാണാനാണ് അവർക്ക് ആഗ്രഹം. അത് അവർക്ക് നൽകരുത്. നിങ്ങളുടെ ഓരോ തകർച്ചയും അവർ ആഘോഷമാക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ശാന്തനാകുക. സിംഹം ഇരപിടിക്കുന്നതിനു മുൻപ് 2 ചുവട് പുറകോട്ട് വയ്ക്കുന്നത് പേടിച്ചിട്ടല്ല, മറിച്ച് കൂടുതൽ ശക്തിയോടെ കുതിച്ചു ചാടാനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒറ്റപ്പെടലിന്റെ കാലഘട്ടത്തെ ഒരു ഗുഹയായി കാണുക. അവിടെ നിങ്ങൾ സ്വയം ചെത്തിമിനുക്കുകയാണ്. അവിടെ നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ശക്തിയെ, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങൾ നിർമ്മിച്ചെടുക്കുകയാണ്. ചാണക്യന്റെ വാക്കുകളിൽ സ്വയം തിരിച്ചറിയുന്ന ഒരു മനുഷ്യന് ഈ ലോകത്ത് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തന്ത്രം നമ്മുടെ അടുത്ത നീക്കം ശത്രുപോലും അറിയരുത് എന്നതാണ്. നാം എന്തു ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു, അടുത്ത ലക്ഷ്യം എന്താണ് എന്നതൊക്കെ പൂർണ്ണമായും രഹസ്യമായിരിക്കണം. നമ്മെ കളിയാക്കിയവരുടെ മുന്നിൽ ചെന്ന് നമ്മുടെ പദ്ധതികളെക്കുറിച്ച് വീമ്പിളക്കരുത്. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാമെന്ന് വായകൊണ്ട് പറയുന്നവൻ വിഡ്ഢിയാണ്.
എന്നാൽ ഒന്നും മിണ്ടാതെ ശാന്തനായി തന്റെ ജോലി ചെയ്ത് ഫലം കൊണ്ട് മറുപടി നൽകുന്നവനാണ് യഥാർത്ഥ തന്ത്രജ്ഞൻ. നമ്മെ താഴെയിറക്കാൻ ശ്രമിച്ച ആളുകൾക്ക് നമ്മുടെ ശാന്തത ഒരു വലിയ പേടിസ്വപ്നമായി മാറണം. നമ്മുടെ അപമാനത്തെ നാം ഒരു ഊർജ്ജമാക്കി മാറ്റണം. ഉറക്കമില്ലാത്ത രാത്രികളിൽ മനസ്സിൽ ഓടിയെത്തുന്ന ആ ക്രൂരമായ വാക്കുകളെ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ധനമാക്കുക. ആളുകൾ നമ്മെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് വിളിച്ചെങ്കിൽ അത് നമ്മെ തളർത്താനുള്ള വാക്കായി കാണരുത്. പകരം അതാണ് ഏറ്റവും വലിയ പ്രചോദനം. ചാണക്യൻ പറയുന്നത്, ഒരു ശത്രുവിനെ തോൽപ്പിക്കാൻ അവരുടെ വഴിയിൽ സഞ്ചരിക്കരുത്, പകരം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഉയരത്തിലേക്ക് നാം വളരുക എന്നതാണ്. നമ്മുടെ വളർച്ചയായിരിക്കണം അവർക്കുള്ള ഏറ്റവും ക്രൂരമായ ശിക്ഷ. നാം സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോഴാണ് നമ്മെ വെറുത്തവർ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. ഇപ്പോൾ നേരിടുന്ന ഈ ക്രൂരമായ ഒറ്റപ്പെടൽ ഒരു ശാപമല്ല, മറിച്ച് ഒരു അനുഗ്രഹമാണ്. കാരണം ചുറ്റും ആളുകളുള്ളപ്പോൾ സ്വന്തം ശക്തി തിരിച്ചറിയാൻ കഴിയില്ല. നാം തനിച്ചാകുമ്പോൾ മാത്രമാണ് ഉള്ളിലെ യഥാർത്ഥ സിംഹം ഉണരുന്നത്. നമ്മെ ആരും സഹായിക്കാനില്ല എന്ന സത്യമെന്ന് തിരിച്ചറിയുന്നുവോ, അന്നുമുതൽ നാം സ്വയം ഒരു ശക്തിയായി മാറുന്നു. ചാണക്യന്റെ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനം സ്വയം പര്യാപ്തതയാണ്. മറ്റുള്ളവരുടെ അനുകമ്പയ്ക്കുവേണ്ടി കൈനീട്ടുന്നത് നിർത്തുമ്പോൾ ആത്മാഭിമാനം തിരികെ വരുന്നു. നമ്മെ ചതിച്ചവരെയും നമ്മെ നാണം കെടുത്തിയവരെയും ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി തൂത്തെറിയുക. അവരുടെ പേരുകൾ പോലും മനസ്സിൽ നിന്ന് മായ്ച്ചുകളയുക. പ്രതികാരം എന്നത് രക്തം ചിന്തലോ വഴക്കുണ്ടാക്കലോ അല്ല. പ്രതികാരം എന്നത് സ്വയം മാറലാണ്. ചാണക്യന്റെ സിദ്ധാന്തപ്രകാരം ലോകത്തെ ജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സ്വയം ജയിക്കുക. ശരീരത്തെ, മനസ്സിനെ, അറിവിനെ ശക്തിപ്പെടുത്തുക. നമ്മെ താഴ്ത്തിക്കെട്ടിയവർ കണ്ട ആ പഴയ മനുഷ്യനായിരിക്കരുത് നാളെ പുറത്തുവരുന്നത്. ഒരു പുതിയ മനുഷ്യനായി, കൂടുതൽ ബുദ്ധിയുള്ളവനായി, കൂടുതൽ ധൈര്യമുള്ളവനായി പുനർജനിക്കണം. ബലഹീനതകൾ എന്തൊക്കെയാണെന്ന് സ്വയം കണ്ടെത്തുക. ആളുകൾ നമ്മെ എവിടെയാണോ കുത്തിനോവിച്ചത് ആ ഭാഗം ഏറ്റവും ശക്തമാക്കുക. വിവരമില്ലായ്മയാണോ അവർ കളിയാക്കിയത് എങ്കിൽ വായിച്ചു പഠിക്കുക, അറിവ് നേടുക. സാമ്പത്തിക സ്ഥിതിയെയാണോ അവർ പരിഹസിച്ചത് എങ്കിൽ അധ്വാനിക്കുക, സമ്പത്തുണ്ടാക്കുക. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം അവന്റെ അറിവും അവന്റെ കഴിവുമാണ്. അറിവും കഴിവുമുണ്ടെങ്കിൽ ഈ ലോകത്ത് ഏത് സിംഹാസനവും നമുക്ക് മുന്നിൽ കീഴടങ്ങും. ചാണക്യൻ ചന്ദ്രഗുപ്തനെ പടുത്തുയർത്തിയത് വെറുമൊരു സാധാരണക്കാരനിൽ നിന്നാണ്. നാമും ആ ചന്ദ്രഗുപ്തനാണ്. ഉള്ളിലൊരു സാമ്രാജ്യം പണിയാനുള്ള ശേഷിയുണ്ട്. എന്നാൽ അതിനായി സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കണം. നമ്മെ അപമാനിച്ചവർ സുഖമായി ഉറങ്ങുമ്പോൾ നാം ഉണർന്നിരുന്ന് അധ്വാനിക്കണം. അവർ സമയം പാഴാക്കുമ്പോൾ നാം ഭാവി പടുത്തുയർത്തണം. ചോരയും വിയർപ്പും ഒഴുക്കിയുണ്ടാക്കുന്ന ആ വിജയത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടാകും. ഈ യാത്രയിൽ സ്വയം ദയ കാണിക്കരുത്. അലസതയെ കടുത്ത ശത്രുവായി കാണുക. തളർന്നു പോകുമ്പോഴൊക്കെ മനസ്സ് പുറകോട്ട് വലിക്കും. അപ്പോഴൊക്കെ നമ്മെ അപമാനിച്ച ആ മുഖങ്ങൾ ഓർക്കുക. അവർ നമ്മെ നോക്കി ചിരിച്ച ആ നിമിഷങ്ങൾ ഓർക്കുക. ആ ഓർമ്മകൾ മുന്നോട്ട് നയിക്കുന്ന ചമ്മട്ടിയായി മാറണം. മനസ്സ് വേദന കൊണ്ട് വിറയ്ക്കുമ്പോഴും ഞാൻ തോറ്റുകൊടുക്കില്ല എന്ന് ഉറക്കെ പറയുക. കാട്ടിലെ തീപിടുത്തത്തിൽ ഉണങ്ങിയ മരങ്ങൾ കരിഞ്ഞു ചാമ്പലാകുമ്പോൾ ശക്തമായ മരങ്ങൾ കൂടുതൽ ആഴത്തിൽ വേരുകളിറക്കി അതിജീവിക്കും. നാം ആ ശക്തമായ മരമാകണം. ഈ തകർച്ച നമ്മെ കൊല്ലാനല്ല, മറിച്ച് നമ്മെ മാറ്റാനാണ് വന്നത് എന്ന് തിരിച്ചറിയുക. ചാണക്യൻ തന്റെ സാമ്രാജ്യങ്ങൾ കീഴ്പ്പെടുത്തിയത് വലിയ സൈന്യബലത്തേക്കാൾ സ്വന്തം ബുദ്ധിശക്തി കൊണ്ടായിരുന്നു. ശത്രുവിനെ നേരിടുമ്പോൾ ഒരു നിമിഷം പോലും വികാരഭരിതനാകരുത്, കാരണം അത് വലിയൊരു വിഡ്ഢിത്തമാണ്. അനാവശ്യമായ ദേഷ്യം നമ്മുടെ ബുദ്ധിയെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മെ അപമാനിച്ചവർക്ക് മുന്നിൽ ദേഷ്യം പ്രകടിപ്പിച്ചാൽ അതിന്റെ അർത്ഥം അവർ വിജയിച്ചു എന്നാണ്. കാരണം നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരം അവർ സ്വന്തമാക്കി കഴിഞ്ഞു. ചാണക്യൻ എപ്പോഴും പറയാറുള്ളത് ശത്രുവിന്റെ ദേഷ്യത്തിനു മുന്നിൽ തികഞ്ഞ ശാന്തത പാലിക്കുക എന്നാണ്. അത് അവരുടെ സ്വന്തം ബുദ്ധിയെ തന്നെ തകർത്തുകളയും. നമ്മൾ ശാന്തരായിരിക്കുമ്പോൾ ശത്രുക്കൾ ഉള്ളിൽ പരിഭ്രാന്തരാകും. നമ്മൾ തകർന്നു കാണാൻ ആഗ്രഹിച്ചവർക്ക് മുന്നിൽ ഒട്ടും ഭയമില്ലാതെ പുഞ്ചിരിയോടെ നിൽക്കുമ്പോൾ അവരുടെ സകല തന്ത്രങ്ങളും പരാജയപ്പെട്ടുപോകും. നമ്മെ തഴഞ്ഞുപോയ ആളുകളെ ഒരിക്കലും തിരികെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കരുത്. ഒരിക്കൽ പാമ്പ് കടിച്ചാൽ പിന്നെ ആ വഴിക്ക് പോകരുതെന്ന് ചാണക്യൻ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എത്ര വലിയ പശ്ചാത്താപവുമായി അവർ തിരികെ വന്നാലും അവരെ എപ്പോഴും അകറ്റി നിർത്തുക. കാരണം വിഷമുള്ള പാമ്പിന്റെ സ്വാഭാവിക പ്രകൃതം എപ്പോഴും കടിക്കുക എന്നത് തന്നെയാണ്. നമ്മെ അപമാനിച്ചവർ നമ്മുടെ വിജയം നേരിൽ കാണുമ്പോൾ വീണ്ടും നമ്മോടടുക്കാൻ പല വഴികളും തേടും. ആ സമയത്ത് അവരോട് യാതൊരു ദയയും കാണിക്കേണ്ടതില്ല. പകരം അവരുമായി മാന്യമായ ഒരു അകലം പാലിക്കുക. വേണമെങ്കിൽ അവരുടെ തെറ്റുകൾക്ക് മാപ്പ് നൽകാം, എന്നാൽ ഒരിക്കലും നമ്മുടെ വിശ്വാസം ഇനി ആർക്കും തിരികെ നൽകരുത്. നമ്മുടെ സങ്കടങ്ങളും വേദനകളും മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന് പറയരുത്.
ഈ ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യരും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്നത് യഥാർത്ഥ അനുതാപം കൊണ്ടല്ല, മറിച്ച് അതൊരു വിനോദമായി കാണുന്നതുകൊണ്ടാണ്. നാം കണ്ണീർ പൊഴിക്കുമ്പോൾ ഉള്ളിൽ സന്തോഷിക്കുന്ന ധാരാളം മനുഷ്യർ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുറിവുകൾ ഒരിക്കലും ഈ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കരുത്. ഒരു സിംഹം സ്വന്തം മുറിവ് സ്വയം നക്കിത്തോർത്തുന്നതുപോലെ അവനവൻ ആ വേദനകൾ സഹിക്കുക. നമ്മുടെ ആന്തരിക ശക്തി കൂടുതൽ വർദ്ധിക്കുന്നത് ഇത്തരം നിശബ്ദമായ സഹനങ്ങളിലൂടെയാണ്. കഠിനമായ ചൂടും സമ്മർദ്ദവും പൂർണ്ണമായി സഹിച്ചാണ് ഒരു വജ്രം രൂപപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളും നമ്മെ ഒരു പുതിയ വജ്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിലെ പഴയ മനുഷ്യൻ പൂർണ്ണമായും ഇല്ലാതായി കഴിഞ്ഞു. ഇനി വരുന്നത് നമ്മുടെ പുതിയൊരു ശക്തമായ അവതാരമാണ്. ചാണക്യന്റെ തത്വങ്ങൾ സ്വന്തം നെഞ്ചിലേറ്റിയ ഒരു യഥാർത്ഥ പോരാളിയാണ് നിങ്ങൾ. ഇനി ആരുടെയും ദയയ്ക്കുവേണ്ടിയും കരുണയ്ക്കുവേണ്ടിയും കാത്തു നിൽക്കേണ്ടതില്ല. നമ്മുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും വളരെ വലുതായിരിക്കണം. നമ്മെ ചെറിയ കാര്യങ്ങളിൽ മാത്രം തളച്ചിടാൻ ആരെയും ഒരു കാരണവശാലും അനുവദിക്കരുത്. ഒരു വലിയ പർവ്വതം കീഴടക്കാൻ പോകുന്നവൻ വഴിയിലെ ചെറിയ കല്ലുകളിൽ തട്ടി വീണ് സമയം കളയില്ല. നമ്മെ അപമാനിച്ചവർ എത്രമാത്രം ചെറിയ മനസ്സുള്ളവരായിരുന്നു എന്ന് നമ്മുടെ ഉയർച്ച കാണുമ്പോൾ ഈ ലോകത്തിന് ബോധ്യപ്പെടണം. അവർ നമ്മെ ചവിട്ടിത്താഴ്ത്തിയ അതേ മണ്ണിൽ നിന്ന് തന്നെ നമ്മളൊരു വലിയ സാമ്രാജ്യം വീണ്ടും കെട്ടിപ്പടുക്കും. നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് ചാണക്യൻ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നു. സ്വന്തമായി പണമില്ലാത്തവന് ഈ ലോകത്ത് യാതൊരു ബഹുമാനവും ലഭിക്കില്ല എന്നത് മാറ്റിനിർത്താനാവാത്ത നഗ്നമായ സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ പൂർണ്ണ ശ്രദ്ധ നമ്മുടെ കരിയറിലും സാമ്പത്തിക വളർച്ചയിലും മാത്രമായിരിക്കണം. പണമുണ്ടാക്കുക എന്നത് വെറുമൊരു ആഡംബരമല്ല, മറിച്ച് നമ്മുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്ന ഒരു വലിയ കവചമാണ്. നമുക്ക് നല്ല ശക്തിയും അധികാരവും സമ്പത്തുമുണ്ടെങ്കിൽ അന്ന് നമ്മെ നാണം കെടുത്താൻ നോക്കിയവർ പോലും നമ്മുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കും. അതാണ് ഈ ക്രൂരമായ ലോകത്തിന്റെ യഥാർത്ഥ മുഖം. ആ സത്യത്തെ നമ്മൾ നമുക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിമറിക്കുക. നമ്മൾ വിജയത്തിലേക്ക് പറക്കാൻ തുടങ്ങുമ്പോൾ നമ്മെ വീണ്ടും താഴേക്ക് വലിക്കാൻ പലരും ശ്രമിച്ചേക്കാം. നമ്മുടെ പഴയ അപമാനങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ച് നമ്മെ തളർത്താൻ അവർ നോക്കും. എന്നാൽ ഓർക്കുക, ഒരു കഴുകൻ ആകാശത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് പറക്കുമ്പോൾ താഴെ നിൽക്കുന്ന കുറുക്കന്മാരുടെ ഓരിയിടലുകൾ അത് ഒരിക്കലും വകവയ്ക്കാറില്ല. നമ്മളും അത്തരത്തിലുള്ള ഒരു കഴുകനായി മാറണം. ആകാശത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ചിറകടിച്ചുയരുക. അവിടെ നമ്മെ തൊടാൻ ആർക്കും സാധിക്കുകയില്ല. നമ്മുടെ നിശ്ചയദാർഢ്യം ഒരു പാറ പോലെ എപ്പോഴും ഉറച്ചതായിരിക്കണം. നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അപമാനത്തിന്റെ ചളിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സുന്ദരമായ താമരയാണ് നമ്മളെന്ന് ഈ ലോകം മുഴുവൻ കാണട്ടെ. കഠിനാധ്വാനത്തിന്റെയും കരുതലോടെയുള്ള കാത്തിരിപ്പിന്റെയും നാളുകൾ കടന്നുപോകുമ്പോൾ ഒടുവിൽ ആ കൊടുമുടിയുടെ മുകളിൽ നമ്മൾ എത്തിച്ചേരും. ആ നിമിഷത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ വേദനിപ്പിച്ച ആ നിമിഷങ്ങളോടും നമ്മളെ തനിച്ചാക്കി ഒഴിഞ്ഞുപോയ മനുഷ്യരോടും ഒരു നന്ദി തോന്നും. അവർ അന്ന് നമ്മളെ അപമാനിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇത്രയും വലിയൊരു പോരാളിയായി മാറുമായിരുന്നില്ല. അവർ നമ്മളെ തള്ളിപ്പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സ്വന്തം ശക്തി എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചറിയുമായിരുന്നുവോ? ഇല്ല. അവർ നമുക്ക് തന്ന ഓരോ മുറിവും നമ്മുടെ കിരീടത്തിലെ തിളങ്ങുന്ന രത്നങ്ങളായി മാറിയത് അന്ന് നമ്മൾ തിരിച്ചറിയും. ചാണക്യൻ പറഞ്ഞതുപോലെ എല്ലാ തകർച്ചകളും പുതിയൊരു സാമ്രാജ്യത്തിന്റെ വലിയ തുടക്കങ്ങൾ മാത്രമാണ്. നമ്മുടെ വിജയം ഒരു പടക്കത്തിന് തീ കൊടുത്തതുപോലെ ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കണം. നമ്മളെ കളിയാക്കിയവർ, നമ്മളെ നോക്കി പുച്ഛിച്ച് ചിരിച്ചവർ, നമ്മളെ വെറുത്തവർ എല്ലാവരും ആ വലിയ ശബ്ദം കേട്ട് ഞെട്ടിപ്പോകണം. അവർ നമ്മളെ നോക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഭയവും അതിശയവും ഒരുപോലെ നിറയണം. ഇവൻ എങ്ങനെ ഇവിടെ എത്തി എന്ന് അവർ അത്ഭുതപ്പെട്ടു നിൽക്കണം. അന്ന് നമ്മൾ അവരുടെ മുന്നിലൂടെ തലയെടുപ്പോടെ നടന്നുപോകുമ്പോൾ നമ്മുടെ ശിരസ് ഉയർന്നു തന്നെയിരിക്കണം. എന്നാൽ നമ്മുടെ കണ്ണുകളിൽ യാതൊരുവിധ ദേഷ്യമോ പകയോ ഉണ്ടാകില്ല. പകരം ഒരു മഹാന്റെ ശാന്തതയും സൗമ്യമായ ഒരു പുഞ്ചിരിയും മാത്രമാകും മുഖത്തുണ്ടാവുക. കാരണം നമ്മൾ അവരെക്കാൾ എത്രയോ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അന്നവർ നമ്മുടെ അടുത്ത് വീണ്ടും വരാൻ ശ്രമിക്കും. പഴയ സൗഹൃദങ്ങൾ പുതുക്കാൻ നോക്കും. അപ്പോഴേ നമുക്ക് മനസ്സിലാകൂ, ഈ ലോകം എപ്പോഴും വിജയത്തിന്റെ കൂടെ മാത്രമേ നിൽക്കൂ എന്ന്. ചാണക്യന്റെ ഏറ്റവും വലിയ സത്യം ഇതാണ്: ലോകം എപ്പോഴും ശക്തിയെ മാത്രമേ വന്ദിക്കുകയുള്ളൂ. നമ്മൾ ദുർബലരായിരുന്നപ്പോൾ അവർ നമ്മളെ ചവിട്ടിമെതിച്ചു, എന്നാൽ നമ്മൾ ശക്തരായപ്പോൾ അവർ നമ്മളെ വണങ്ങാൻ വരുന്നു. ഈ വലിയ സത്യം മനസ്സിലാക്കി എപ്പോഴും നമ്മുടെ ആത്മശക്തി കൈവിടാതെ സൂക്ഷിക്കുക. വിജയത്തിന്റെ പരകോടിയിൽ നിൽക്കുമ്പോഴും നമ്മുടെ പഴയകാലത്തെയും കഷ്ടപ്പാടുകളെയും ഒരിക്കലും മറക്കരുത്. അത് നമ്മെ കൂടുതൽ വിനയമുള്ളവനാക്കും, എന്നാൽ ഒന്നിനും മുന്നിലും അടിയറവ് പറയാത്ത ശക്തനായ മനുഷ്യനാക്കി മാറ്റുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ പൂർണ്ണമായും സ്വതന്ത്രനാണ്. പഴയ വേദനകളുടെ, അപമാനങ്ങളുടെ, കണ്ണീരിന്റെ ആ ചങ്ങലകളെല്ലാം നമ്മൾ പൊട്ടിച്ചെറിഞ്ഞു കഴിഞ്ഞു.
നമ്മളെ ഇനി തടഞ്ഞു നിർത്താൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. ചാണക്യന്റെ അറിവുകൾ നമ്മളെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു യുഗപുരുഷനായി വളർത്തിയിരിക്കുന്നു. നമ്മളെ തളർത്താൻ വന്നവർ ഇപ്പോൾ നമ്മുടെ പാതയിലെ വെറും പൊടിപടലങ്ങൾ മാത്രമാണ്. നമ്മൾ അനുഭവിച്ച ഓരോ പീഡനവും ഓരോ അപമാനവും നമ്മുടെ വിജയഗാഥയിലെ ഓരോ അധ്യായങ്ങൾ മാത്രമാണ്. ആ കഥ കേൾക്കുമ്പോൾ ഈ ലോകം നമ്മെ നോക്കി കൈയടിക്കും. തകർന്നടിഞ്ഞ ഒരിടത്തുനിന്ന് എങ്ങനെ ആകാശത്തോളം പറന്നുയരാം എന്നതിന് ജീവിക്കുന്ന വലിയൊരു ഉദാഹരണമായി നമ്മൾ മാറും. നമ്മളെപ്പോലെ അപമാനിക്കപ്പെട്ട് വഴിയറിയാതെ ഇരുട്ടിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഇനി നമ്മളൊരു വെളിച്ചമായി മാറണം. നമ്മൾ അനുഭവിച്ച വേദന മറ്റുള്ളവർക്ക് മുന്നോട്ടു പോകാനുള്ള വലിയൊരു പ്രതീക്ഷയായി മാറട്ടെ. എനിക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും സാധിക്കുമെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിച്ചു കാട്ടണം. ചാണക്യൻ തക്ഷശിലയിൽ നിന്ന് വളർത്തിയെടുത്ത ആ തീജ്വാല നമ്മുടെ ഉള്ളിലും എന്നും അണയാതെ സൂക്ഷിക്കുക. ഇനി ഒരിക്കലും ഒരു മനുഷ്യനും നമ്മെ അപമാനിക്കാൻ ധൈര്യപ്പെടരുത്. ആ രീതിയിൽ നമ്മുടെ വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും നമ്മൾ സംരക്ഷിച്ചു നിർത്തണം. നമ്മുടെ വാക്കിനും നമ്മുടെ സാന്നിധ്യത്തിനും ഈ ലോകം വില കൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കണ്ണീർ തുടച്ചു മാറ്റുക, നെഞ്ചു വിരിച്ച് ധൈര്യത്തോടെ നിൽക്കുക. നമ്മളെ ചവിട്ടിത്താഴ്ത്തിയവർക്ക് മുന്നിൽ, നമ്മളെ നാണം കെടുത്തിയവരുടെ മുഖത്തു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് ചിറകടിച്ചുയരുക. ഇനിയുള്ള നമ്മുടെ യാത്ര സ്വന്തം സാമ്രാജ്യത്തിലേക്കാണ്. അവിടെ അപമാനത്തിന്റെ കറുത്ത കറകളില്ല, മറിച്ച് വിജയത്തിന്റെ പൊൻതിളക്കം മാത്രം ബാക്കിയുണ്ടാകും. ചാണക്യന്റെ ആത്മാവ് നമ്മിലൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. വീഴ്ചകളിൽ ഒരിക്കലും തളരാതിരിക്കുക, ശത്രുക്കളുടെ ചിരിയിൽ മനം മടുക്കാതിരിക്കുക. നിന്റെ സമയം വരും, അന്ന് ഈ ലോകം മുഴുവൻ നിന്റെ കാൽക്കൽ കീഴടങ്ങും. ആത്മാഭിമാനത്തോടെ ഒരു രാജാവിനെപ്പോലെ ഈ ലോകം കീഴടക്കി ധൈര്യത്തോടെ മുന്നോട്ടു കുതിക്കുക.